ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ക് ബി മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, നമുക്ക് ഈ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നമ്മുടെ MTS എക്സാം വരുന്നുണ്ട് അല്ലെ. സെക്കൻഡ് വീക്കായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ലൈക്ക് സ്ലോട്ട് സെലക്ഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ MTS എക്സാം നമുക്ക് ഫെബ്രുവരിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ പർമാർ സാറിൻ്റെ പർമാർ ടെസ്റ്റ് സീരീസ് സാറിൻ്റെ സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ MTSന് വേണ്ടിയിട്ടുള്ള ലൈവ് മോക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ മോക്കുകളാണ്, ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ GK നമുക്കറിയാം, MTS എന്ന് പറയുമ്പോൾ അതിൽ മാത്സും റീസണിംഗ് ഒക്കെ വെറുതെ ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. അതിൻ്റെ മാർക്ക് ഫൈനൽ റാങ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കാറില്ല. പക്ഷേ നമ്മുടെ GKയും ഇംഗ്ലീഷുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ GK ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. ഓരോന്നിനും ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ GK അറ്റൻഡ് ചെയ്തിട്ട് ഇത്രയും സമയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാൻ പറ്റുള്ളൂ. 20 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. അപ്പം ഓരോ റൈറ്റ് ആൻസറിന് 3 മാർക്കാണ്. ലൈക്ക് തെറ്റുവാണെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്കിംഗ് 1 മാർക്ക് ഉണ്ട്. അപ്പോൾ അത് ഈ GKയും ഇംഗ്ലീഷും സ്ട്രോങ് ആയവർക്ക് മാത്രമേ MTS കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് GK നന്നായി പഠിക്കണം. അപ്പോൾ ഇവിടെ GKക്ക് വേണ്ടിയിട്ടുള്ള GKയിൽ പർമാർ സാറിൻ്റെ ടെസ്റ്റ് സീരീസ് 1 ഉണ്ടായിരുന്ന GKയുടെ സൊല്യൂഷൻസ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ദിവസം നോക്കുമ്പോൾ 2025 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം 2 സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഒന്നാമത്തേൽ പറയുന്നത് 167 കൺട്രീസിൽ ഇന്ത്യയുടെ റാങ്ക് 99th ആണ്. ഓൾസോ ഇന്ത്യക്ക് കിട്ടിയ സ്കോർ 67 ആണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. ഇത് 17 എണ്ണവും നമ്മൾ കാണാതെ പഠിക്കണേ, ഇത് ആവശ്യം വരും നമുക്ക് മെയിൻസ് എക്സാമിനൊക്കെ. അപ്പോൾ ഈ 17 എണ്ണത്തിൽ 2030 17% മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? 1 മാത്രമാണോ, 2 മാത്രമാണോ, അത് 2 കറക്റ്റ് ആണോ, അതോ 2 കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇതിൽ ആൻസർ ബോത്ത് 1 and 2 2 കറക്റ്റ് ആണ്. ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഈ ഇൻഡെക്സ് 2025 ഈ ഇൻഡെക്സ് പുറത്ത് വിടുന്നത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ SDSN. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് SDSN അല്ലേ? എന്താണ് SDSN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ഇതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ റാങ്ക് 99 തന്നെയാണ്. പഠിക്കണോ അത്? ഫസ്റ്റ് റാങ്ക് ആർക്കാ? ഫസ്റ്റ് റാങ്ക് നമ്മുടെ ഫിൻലാൻഡിനാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത്. ഇന്ത്യയുടെ റാങ്ക് 199 ആണ്. ടോട്ടൽ 167 കൺട്രീസ്. ഇന്ത്യയുടെ സ്കോറും ഒന്ന് ഓർത്ത് വയ്ക്കുക, 67 ആണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് ആദ്യത്തെ 100 കൺട്രീസ്, ആദ്യത്തെ 100 ടോപ്പ് 100ൽ ഇന്ത്യ ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ടൈം ഇൻ ടോപ്പ് 100ൽ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ എത്തുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഓൾസോ 2030 17% മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഏത് ആൻസർ? ബോത്ത് 1 and 2 കറക്റ്റ് ആണ്. അടുത്ത രണ്ടാമത്തത് നമുക്കറിയാം ഈ ഫെസ്റ്റിവൽ, ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇവന്തോ നമ്മുടെ ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ ഫെയർ ആൻഡ് ഫെസ്റ്റിവലിൻ്റെ കുറച്ച് വെയിറ്റേജ് കുറഞ്ഞു എന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ ദശൈൻ ഇസ് എ ലോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ ഓഫ് ഏത് രാജ്യത്തിൻ്റെ ഫെസ്റ്റിവലാണ് ഈ ദശൈൻ? ദശൈൻ എന്ന് പറയുമ്പോൾ എന്നിലാണ് അവസാനിക്കുന്നത്. സോ നേപ്പാൾ, എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നേപ്പാളാണ്. നേപ്പാൾ രാജ്യത്തിലെയാണ്. അപ്പോൾ 15 ദിവസം ലോങ്ങസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15 ദിവസം. നമ്മുടെ ഇവിടുത്തെ ദുർഗാപൂജയ്ക്ക് ഏകദേശം നവരാത്രി ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടല്ലോ, 10 days ലൈക്ക് ദസറയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ദശൈൻ ഫെസ്റ്റിവൽ. നേപ്പാളിലാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുർഗാദേവിയുടെ വിക്ടറി അത് കൊണ്ടാടുന്ന, അതിനുവേണ്ടി അത് കമമറേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടാടുന്ന ഒരു ഫെസ്റ്റിവലാണ് ദശൈൻ ഫെസ്റ്റിവൽ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്സ് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ഇവിടെ വന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 നമ്മുടെ പോളിറ്റിയിലെ ആർട്ടിക്കിൾസ് ആണ്. പേടിക്കാനൊന്നുമില്ല. 14, 15, 16, 17 ആർട്ടിക്കിൾസ് എന്തിനെ പറ്റി പറയുന്നു? ആർട്ടിക്കിൾ 14 നമുക്കറിയാം എന്താണത്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അല്ലേ? ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അപ്പോൾ അത് ഏതിലാണ് കിടക്കുന്നത്? സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ്. ഓക്കെ, സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ദി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അല്ലേ? 14 എന്താണ്? 2 ആണ്. രണ്ടാമത്തെയാണ് കറക്റ്റ്. അപ്പോൾ ആർട്ടിക്കിൾ 14 പറയുന്നത് തന്നെയാണ് എന്താണ്? നമുക്ക് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് എല്ലാം പെടും അതിൽ. സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷൻ ആർട്ടിക്കിൾ 12 പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു മനുഷ്യനെയും നമ്മുടെ ലോയ്ക്ക് മുമ്പിൽ വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. ഓൺ ദ ഗ്രൗണ്ട് ഓഫ് എന്താണെങ്കിലും എല്ലാവർക്കും എന്താണ് ലോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. നീതിദേവത കണ്ണിട്ടിട്ട് അല്ലേ, എന്താണ് എല്ലാവർക്കും ഈക്വൽ ആണ്. അങ്ങനെ ഒരു റിച്ച് പൂർ അങ്ങനെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ലോയുടെ മുമ്പിലില്ല. അപ്പോൾ എന്തുമായിട്ട് മാച്ച് ആവുന്നുണ്ട്? 2 ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 15 സേസ് ദാറ്റ് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് ഓൺലി ഏതൊക്കെ ഗ്രൗണ്ടിൽ? റിലീജൻ, മതം അല്ലെങ്കിൽ ജാതി, വർണ്ണം, സെക്സ്, അവനവൻ്റെ ജെൻഡർ അല്ലെങ്കിൽ ജനിച്ച സ്ഥലം, പ്ലേസ് ഓഫ് ബർത്ത്. ഈ ഗ്രൗണ്ട്സിൽ
സ്റ്റേറ്റിന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബാക്കി ഗ്രൗണ്ട്സിൽ ചെയ്യാം. അത് ഇതിനെപ്പറ്റി പറയുന്നില്ല, ഇവിടെ ആർട്ടിക്കിളിൽ പറയുന്നില്ല. അപ്പോൾ ആർട്ടിക്കിൾ 15 എന്താ 1 ആണ്. അപ്പോൾ ബി എന്തുമായിട്ട് മാച്ച് ആവുന്നു? 1 ആയിട്ട് മാച്ച് ചെയ്യുന്നു. ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? നമുക്കൊക്കെ ജോലിക്കുള്ള അവസരം തരുന്നത് അല്ലേ? ഈക്വൽ എന്താണ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് ഇൻ ദി മാറ്റേഴ്സ് ഓഫ് റിലേറ്റഡ് ടു എംപ്ലോയ്മെൻറ്റ് ഓർ അപ്പോയിൻമെൻറ്റ് ടു എനി ഓഫീസ് അണ്ടർ എനി സ്റ്റേറ്റ്. അതായത് നമുക്ക് ജോലി കിട്ടുമ്പം ഗവൺമെൻറ്റിന് ഒരിക്കലും നമ്മൾ സോഷ്യലിസം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിന് ഈക്വലായിട്ട് എല്ലാവരും വിളിച്ചിരുത്തി ജോലി തരാൻ പറ്റില്ല. ഗവൺമെൻറ് എന്ത് ചെയ്യും? അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് സൃഷ്ടിച്ച് തരാൻ പറ്റും അല്ലേ? അപ്പോൾ അതിനാണ് ഈ ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാംസ് നടത്തുന്നത്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി തരുന്നു. റിസർവേഷനൊക്കെ ഉണ്ട് എങ്കിൽ കൂടെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി തരുന്നു. എല്ലാവർക്കും കോമ്പീറ്റ് ചെയ്തിട്ട് അതാത് സീറ്റിൽ അതിലേക്ക് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അപ്പോൾ സി ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്? 4 മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി എന്തായിരിക്കും? അത് 3 മാച്ച് ആവും. ആർട്ടിക്കൽ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഇസ് ഫോർബിഡൻ. തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതൊരിക്കലും നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. അപ്പോൾ അതാണ് ആർട്ടിക്കൽ 70. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ തന്നിട്ടുണ്ട്, റീസൺ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ അസേർഷനും റീസണും ട്രൂ ആണോ ഫാൾസ് ആണോ. ഇനി ട്രൂ ആണെങ്കിൽ അത് ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ കാരണം പറയുന്നത്. അപ്പോൾ അസേർഷൻ വായിച്ചു വെക്കാം. ജൂൺ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിലെ ലോങ്ങസ്റ്റ് ഡേ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ പറയുന്നത്? കാരണം സണ്ണ് ആ സമയത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ഡയറക്റ്റ്ലി സൺറേസ് പതിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭൂമി ഏകദേശം ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ഭൂമധ്യരേഖ. മുകളിലായിട്ടാണ് നമ്മുടെ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, താഴത്താണ് നമ്മുടെ കാപ്രിക്കോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തുമാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ഡേ ആണോ? ജൂൺ 21 എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സമ്മർ സോൾസ്റ്റിസ്, വേനൽക്കാലത്ത് നമ്മുടെ സണ്ണ് എന്ത് ചെയ്യും? സണ്ണ് നേരെ മുകളിലേക്ക് പോകും. ഉത്തരായനം മുകളിലേക്ക് പോകും അല്ലേ? സണ്ണ് നേരെ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. അപ്പോൾ നേരെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ സൂര്യൻ്റെ നല്ല ചൂടുള്ള റേസ് എവിടെ? സദേൺ ഹെമിസ്ഫിയറിലല്ല, നോർത്തേൺ ഹെമിസ്ഫിയർ. ഇത് നോർത്തല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും അടിക്കുന്നുണ്ടാവുക. അപ്പോൾ ലോങ്ങസ്റ്റ് ഡേ എവിടെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും, സദേൺ ഹെമിസ്ഫിയറിലല്ല. അപ്പോൾ അസേർഷൻ ഫാൾസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ബോത്ത് ട്രൂ, എ ട്രൂ. അപ്പോൾ തന്നെ ആൻസർ ആയി അല്ലേ? ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ആർ ഫാൾസ് എന്നായിരിക്കും. റീസൺ എന്താ പറയുന്നത്? റീസൺ നമുക്കറിയാം കാപ്രിക്കോണിലല്ല, ക്യാൻസറിലാണ്. മുകളിലാണ് ക്യാൻസർ. അപ്പോൾ ക്യാൻസറിൽ മുകളിലാണ് സണ്ണ് ഡയറക്റ്റായിട്ട് ആ റേസ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് തെറ്റാണ്. റീസൺ പറയുന്നത് തെറ്റാണ്. ജൂൺ 21 ലോങ്ങസ്റ്റ് ഡേ നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ഓൾസോ അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നേരെ ഡയറക്റ്റ്ലി അടിക്കാൻ തുടങ്ങും. അവിടെ ആയിരിക്കും അത്. അടുത്തത് 5ാമത്തത് മാത്സ് ഫോളോയിങ് ആണ്. ബുക്ക് ലിസ്റ്റും. അപ്പോൾ ബുക്കിൽ നോക്കുവാണെങ്കിൽ മാൽഗുഡി ഡേയ്സ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് അല്ലേ? ആരും എഴുതിയതാണ് മാൽഗുഡി ഡേയ്സ്? നമ്മുടെ R.K. നാരായണൻ എഴുതിയതാണ്. അപ്പോൾ A2 ആയിട്ട് മാച്ച് ചെയ്യും. പിന്നെ മൈ മാസ്റ്റർ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. മൈ മാസ്റ്റർ എന്ന് പറയുന്നത് സ്വാമി നമ്മുടെ വിവേകാനന്ദൻ എഴുതിയ പുസ്തകമാണ്. B4 മൈ മാസ്റ്റർ. ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്നത് തെറ്റില്ലല്ലോ. ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഓറബിന്ദോ ഘോഷ് എഴുതിയ പുസ്തകമാണ്. നെക്സ്റ്റ് മനുചരിതയുണ്ട്. മനുചരിത എഴുതിയ അലസനി പെഡണ. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ലിസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്സ് അതിലില്ല. മാൽഗുഡി ഡേയ്സ് എല്ലാവരുടെയും ഉണ്ടാവും. ബാക്കിയുള്ള ലിസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. സ്വാമി വിവേകാനന്ദൻ്റെ ബുക്കാണ് മൈ മാസ്റ്റർ. പിന്നെ അതേപോലെ തന്നെ ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്നത് ഓറബിന്ദോ ഘോഷ്. ഓറബിന്ദോ ഭയങ്കര സ്പിരിച്വലിസം ഫോളോ ചെയ്തിട്ട് ലാസ്റ്റ് അങ്ങനെ ആയിരുന്നല്ലോ. ഈവൻ ദോ എക്സ്ട്രീമിസ്റ്റ് കോൺഗ്രസ് ആയിട്ടൊക്കെ ഇൻവോൾവ് ആയിരുന്നുവെങ്കിലും അവസാനമായപ്പം നമുക്കറിയാം പോണ്ടിച്ചേരി അവിടെ വന്നിട്ട് വില്ല ആൻഡ് ഓൾസോ ഭയങ്കര സ്പിരിച്വൽ ആ ഒരു പാത്തിലേക്ക് വന്നു. അപ്പോൾ ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്നത് ഓറബിന്ദോ ഘോഷിൻ്റെയാണ്. മനുചരിത എഴുതിയത് അല്ലസനി പെഡണ. പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആരുടെ സമയത്താണ് ചച്ചാർ എന്നുള്ള രീതിയിൽ ലാൻഡിനെ ഡിവൈഡ് ചെയ്തത്? ചച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിമൈൻഡ് ഫാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നില്ല, അൺപ്രൊഡക്റ്റീവായിട്ട് ബാരനായിട്ട് കിടക്കുന്നത് ഫോർ 3 or 4 years. ആർക്കാണ്? നമുക്കറിയാം അക്ബറാണ്. അക്ബറിൻ്റെ സമയത്ത് നമുക്കറിയാം അക്ബറിൻ്റെ സമയത്ത് അവരുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ പേരായിരുന്നു രാജ തോഡർമാൾ എന്ത് ചെയ്തു? വളരെ ഗംഭീരമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്നു. സ്ഥലങ്ങളെയൊക്കെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തു. 4 ഡിവൈഡ് ചെയ്തു. പ്രധാനമായിട്ടും പൊളാജ്, പരൗതി, അറിയുമായിരിക്കുമല്ലോ എല്ലാവർക്കും, ചച്ചാറ്, ബഞ്ചാറ് 4 തരംതിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ 4 ക്രൈറ്റീരിയ ഉണ്ട് 4 അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ 10 വർഷത്തിലേക്ക് ടാക്സ് അങ്ങോട്ട് ഫിക്സ് ആക്കി വയ്ക്കും. അതിനെയാണ് ദഹസല സിസ്റ്റം. അപ്പോൾ ആരാണ് ദഹസല സിസ്റ്റം കൊണ്ടുവന്നത്? രാജ തോഡർമാളാണ്. അതാരാണ്? അക്ബറിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ദഹസാല സിസ്റ്റം
ദഹസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 10 10 വർഷത്തിലേക്ക് അവരവരുടെ ടാക്സ് ഫിക്സ് ആക്കി വെച്ചു ഓരോ സ്ഥലത്തിൻ്റെയും. ആ ടാക്സിനെ പറയുന്ന പേരാണ് ജപ്തി അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ജപ്തി ഇങ്ങനെ ജെ വെച്ചിട്ടും തരും. ജപ്തി ഓർ ജപ്തി എന്നാണ് ആ ടാക്സിന് പറഞ്ഞ പേര്. അപ്പോൾ പൊളാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓൾവേസ് കൃഷി നടക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് കൃഷി നടക്കുന്നതാണ് പൊളാജ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ. പരോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവായിട്ട് ഒന്നിടവിട്ടിട്ട് ഒന്നരാടം കൃഷി നടക്കുന്നതാണ് നമ്മുടെ പരോതി. ചച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 years, 3-4 വർഷമായിട്ട് കൃഷിയില്ല ഇങ്ങനെ കിടക്കുന്നത്. ബഞ്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 years, 5 വർഷം അതിൽ കൂടുതൽ കൃഷിയില്ലാണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ബഞ്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 4 സ്ഥലങ്ങളുടെ അനുസരിച്ചിട്ട് ടാക്സ് കൊടുത്താൽ മതി. എപ്പോഴും വിളവെടുക്കുന്നവിടെ എല്ലാ ടാക്സ് കൂടുതൽ കൊടുക്കണ്ടേ, അല്ലാണ്ട് കൃഷിയില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത്ര ടാക്സ് വേണം പറഞ്ഞാൽ അവർ കടക്കണേ പെടും അല്ലേ. അപ്പോൾ അത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് തുടർന്നുള്ള ചെയ്തൊരു സാധനമാണ് ദഹസാല സിസ്റ്റം. അപ്പോൾ അടുത്ത് നോക്കാം നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ITCZ സോണിനെ പറ്റിയാണ് പറയുന്നത്. ITCZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ട്രോപ്പിക്കൽ കൺവെർജൻറ്റ് സോണ്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് ITCZ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ട്രഫ് ഓഫ് ലോ പ്രഷറാണ്. ഇക്വറ്റോറിയൽ ആറ്റിറ്റ്യൂഡിൽ കാണുന്ന ഒരു ലോ പ്രഷർ റീജിയണിനെയാണ് ITCZ എന്ന് പറയുന്നത്. ബിയിലെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും ട്രേഡ് വിൻഡുകൾ തമ്മിൽ പരസ്പരം കൺവെർജ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. സിയിൽ എന്താ പറയുന്നത്, ITCZ ഇസ് ദ ഇക്വേറ്റർ ട്രഫ് നോർമലി പൊസിഷൻഡ് അബൌട്ട് 5 degree ഓഫ് ദ ഇക്വേറ്റർ ആൻഡ് റിമെയിൻസ് ദർ ത്രൂ ഔട്ട് ദ ഇയർ. അതായത് ഇക്വേറ്ററിന് 5 degree മുകളിലായിട്ടാണ്, ഇതാണ് ഇക്വേറ്റർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ 5 degree മുകളിലായിട്ടാണ് ITCZ ഉള്ളത്. അത് അവിടെ തന്നെ എല്ലാ വർഷവും നിൽക്കുന്ന പറയുന്നത്. ഡിയിൽ പറയുന്നത് ITCZ എന്ത് ചെയ്യുന്നു, സമ്മർ ആവുന്ന സമയത്ത് നമ്മുടെ ഗംഗാട്ടിക് പ്ലെയിനിൽ ആ പ്ലെയിനിലേക്ക് മുകളിലേക്ക് മൂവ് ചെയ്ത് വരുന്ന പറയുന്നത്. അപ്പോൾ സിയും ഡി ഒരിക്കലും ശരിയാവില്ല, ഒരുമിച്ച് ശരിയാവില്ല. കാരണം സിയിൽ പറയുന്നത് റിമെയിൻസ് ദർ ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവൻ അവിടെ നിൽക്കുന്ന പറയുന്നത്. ഡിയിൽ പറയുന്നത് എന്താ, അത് മൂവ് ചെയ്യുന്ന പറയുന്നത് അല്ലേ, സമ്മർ ആകുമ്പോൾ മൂവ് ചെയ്യും. അപ്പോൾ ITCZ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ITCZ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും വിൻഡുകൾ, പണ്ടത്തെ വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പെർമനൻറ്റ് ട്രേഡ് വിൻഡുകൾ, ഈ ട്രേഡ് വിൻഡുകൾ നമ്മൾ പരസ്പരം കൂടിച്ചേരുന്ന പോയിന്റ്, ഇങ്ങനെ ട്രേഡ് വിൻഡ് വരും. ആ ട്രേഡ് വിൻഡുകൾ തമ്മിൽ ഈ ഏകദേശം ഒരു ഇക്വേറ്ററിൻ്റെ അടുത്തായിട്ട് അവർ തമ്മിൽ പരസ്പരം കൂടിച്ചേരും. ആ കൂടിച്ചേരുമ്പോൾ 2 ഡിഫറെൻറ്റ് തരത്തിലുള്ള, നമുക്കറിയാം നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റുകൾ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആവും, സദേൺ ഹെമിസ്ഫിയറിൽ അത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഇതിങ്ങനെ കൂടിച്ചേരുന്ന പോയിന്റുകൾ എന്ന് പറയുമ്പം അവിടെ കുറച്ച് ലോ പ്രഷർ റീജിയൻ ആയിരിക്കും, പ്രഷർ വളരെ കുറവായിട്ടുള്ളൊരു റീജിയൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാണ് ഈ ITCZ സോൺ എന്ന് പറയുന്നത്. ഇത് അവിടെ വർഷം മുഴുവൻ അവിടെ നിൽക്കുമല്ല, അത് സമ്മർ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ സമ്മർ സോളിസ്റ്റിസ്, സൂര്യൻ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, സൂര്യൻ അങ്ങോട്ട് പോകുന്ന സമയത്ത്, സൂര്യൻ മൂവ് ചെയ്യുന്നതല്ല, നമ്മൾ ഉത്തരായനം പറയുമ്പോൾ അങ്ങനെ, സമ്മർ സോളിസ്റ്റിസ് പറയുമ്പം മുകളിലേക്ക് സമ്മർ കാലഘട്ടത്തിൽ നോർത്തിലേക്കും പോവും, താഴത്തേക്ക് വിൻ്റർ സോളിസ്റ്റിസ് സംഭവിക്കും, അത് താഴത്തേക്കും ദക്ഷിണായനം താഴത്തിലേക്കും വരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിക്സഡ് ആയിട്ട് നിൽക്കുമല്ല, വർഷം മുഴുവൻ ഫിക്സഡ് ഒന്നുമല്ല, അത് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും, അങ്ങനെയാണ് അത് നിൽക്കുക. അപ്പോൾ ITCZ എന്ന് പറഞ്ഞാൽ ബ്രോഡ് ട്രഫ് ഓഫ് ലോ പ്രഷറാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇൻ ഇക്വറ്റോറിയൽ ആറ്റിറ്റ്യൂഡ്, ഏകദേശം ഒരു ഇക്വേറ്ററിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ITCZ സോണ് കാണാൻ പറ്റുക. ഇനി സിയിൽ എന്താ പറയുന്നത്, സിയിൽ വരുന്നത് അത് വർഷം മുഴുവൻ ഒരു സ്ഥലത്ത് നിൽക്കുന്ന പറയണേ, അത് തെറ്റാണ്, സി തെറ്റാണ്. വർഷം മുഴുവൻ ഒരു സ്ഥലത്ത് നിൽക്കില്ല. ITCZ സോണ് കാറ്റാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും, കുറച്ച് അങ്ങോട്ട് പോവും കുറച്ച് ഇങ്ങോട്ട് പോവും, അങ്ങനെയാണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവ്സ് ഫ്രം വൺ അത് ശരിയാണ്. സമ്മർ സമയത്ത് ഗംഗാട്ടിക് പ്ലെയിൻ മുകളിലേക്ക് അത് വരും, സമ്മർ സമയത്ത് മുകളിലേക്ക്, വിൻ്റർ സമയത്ത് താഴത്തോട്ടായിരിക്കും, കുറച്ച് താഴത്തോട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത 8ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ലണ്ടൻ ഫോഴ്സ്. ലണ്ടൻ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? അപ്പോൾ രണ്ട് മോളിക്യൂൾസിന് ഇടയിലുള്ള പലതരത്തിലുള്ള ബോണ്ടുകൾ, ഫോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് അല്ലേ, കോവാലൻ്റ്, അയോണിക്, അങ്ങനത്തെ കുറേ ഫോഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഈ ലണ്ടൻ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ചാർജ് സെപ്പറേഷൻ വേണം, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജും വരുമ്പോഴാണ് അവിടെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, നമുക്കൊരു സ്ട്രോങ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഇങ്ങനെയുള്ളത് നമ്മൾ പോളാർ മോളിക്യൂൾസ്, ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ വരുന്ന സംഭവത്തിന് നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് പറയും. നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സെപ്പറേഷൻ സംഭവിക്കുന്നില്ല. പക്ഷെ എന്നാലും ചില സാഹചര്യങ്ങളിൽ അവരിൽ ഒരു ടെമ്പററി ആയിട്ട് ഒരു ചാർജ് സെപ്പറേഷൻ പോലെ വരുവും, ഒരു വളരെ വീക്കായിട്ടുള്ള ഒരു പാർഷ്യൽ ബോണ്ട് അവിടെ ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഈ രണ്ട് മോളിക്യൂൾക്കിടയിലുള്ള ഫോഴ്സ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയും നമ്മൾ. ഇന്റർമോളിക്കുലാർ ഫോഴ്സുകളിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് നമ്മുടെ ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് തന്നെയാണ് അതിനെ നമ്മൾ പറയുക തന്നെ. അപ്പോൾ ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ഏതാണ്? ലണ്ടൻ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷൻ എ ആണ്, ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, അത് ഓർത്ത് വയ്ക്കുക.
നമ്മുടെ ഹൈഡ്രജൻ ഫോഴ്സൊക്കെ സ്ട്രോങ് ആണ് അല്ലേ, ഹൈഡ്രജൻ ഉള്ള മോളിക്യൂൾസ് ആണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടൊക്കെ സ്ട്രോങ് ആണ്. ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡൈപോള്, ഇതേപോലത്തെ ഒരു ഡൈപോള് വേറെ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ ബോണ്ട് വരും, അതാണ് ഡൈപോൾ ഫോഴ്സ്. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരെണ്ണം ഡൈപോളാണ്, മറ്റത് ഡൈപോൾ അല്ല, പക്ഷേ ഡൈപോളിൻ്റെ അടുത്ത് വരുമ്പം ഒരു ഇൻഡ്യൂസ്ഡ് ചാർജ് വരുവാണ് അതിലേക്ക്, അപ്പോൾ അവർ ഒരു ബോണ്ടായിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഡാഷ്. അഗ്രികൾച്ചർ എപ്പോഴാണ് നമ്മൾ കൊമേഴ്സ്യലൈസ് ചെയ്ത് തുടങ്ങുക? നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യും. ഇനി ആ കൃഷി നമ്മൾ കൊമേഴ്സ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൽക്കാൻ വേണ്ടി നമ്മൾ കൃഷി ചെയ്യണം അല്ലേ. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ കൃഷി നടത്തണേ, അത് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ, പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും? മാർക്കറ്റബിൾ സർപ്ലസ് എന്ന് പറയും. അതായത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി, കടയിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സർപ്ലസ്, എക്സ്ട്രാ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റബിൾ സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 10ാമത്തത്, ആൻ എക്സസീവ് എമൗണ്ട് ഓഫ് കാഡ്മിയം ഇൻ ദ ഹ്യൂമൻ ബോഡി കോസസ്. അതായത് കുറേ ഹെവി മെറ്റൽസ്, കാഡ്മിയം ആയിക്കോട്ടെ, നമ്മുടെ നിക്കൽ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മെർക്കുറി ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യും? ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളത്തിലൂടെയോ എങ്ങനെയാണെങ്കിലും നമ്മൾ ബാധിക്കുകയാണെങ്കിൽ അത് നമ്മൾ ലൈക്ക് ക്രോണിക് പോയ്സണിങ്ങിന് കാരണമാവും. നമ്മുടെ ബോണിൽ, പല്ല്, ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യും. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ബോണിൻ്റെ ശക്തി കുറയും, പല്ല് ദ്രവിക്കാൻ തുടങ്ങും, എല്ല് ദ്രവിക്കാൻ തുടങ്ങും, ബോൺ സോഫനിങ് സംഭവിക്കും, കിഡ്നി ഫെയിലിയർ സംഭവിക്കും, ക്യാൻസർ വരും, ഇങ്ങനത്തെ അസുഖങ്ങൾ വരും. അപ്പോൾ ഏത് ഹെവി മെറ്റൽ ഏത് അസുഖം ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ കാഡ്മിയത്തിൻ്റെ എക്സസ് എമൗണ്ട് ഒറ്റയടിക്ക് കൺസ്യൂം ചെയ്യുമല്ല, അത് പതുക്കെ എടുത്ത് വെക്കും, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അസുഖം എന്താ? ഇറ്റായി. ഓപ്ഷൻ ഡി ഇറ്റായി ആണ്. കാഡ്മിയം പോയ്സണിങ് കോസസ് ഇറ്റായി. അത് ലാസ്റ്റ് കിഡ്നി. ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ ജപ്പാനിലാണിത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ് 11, നമ്മുടെ സെൻസസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 11 സെൻസസ് പ്രകാരം എവിടെയാണ് ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതൽ? എന്താണ് ഈ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു രാജ്യത്തിൽ 1000, നമ്മളുടെ ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു രാജ്യത്തിൽ 1000 മെയിൽസിന് എത്ര ഫീമെയിൽ ഉണ്ട്, അതാണ് നമ്മുടെ സെക്സ് റേഷ്യോ. അപ്പോൾ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്തായിരുന്നു 2011? 943 ആയിരുന്നു. അതായത് 1000 പുരുഷന്മാരെടുക്കുകയാണെങ്കിൽ അവിടെ 943 ഫീമെയിൽസ് പ്രസൻ്റ് ആണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഇത് ഓവറോൾ ഡാറ്റയാണ്. പക്ഷേ സ്റ്റേറ്റുകളിൽ നോക്കുമ്പം അതിൽ ഏതാണ്, ആർക്കാണ് ഏറ്റവും കുറവ് നോക്കുമ്പോൾ ഹരിയാന, പഞ്ചാബ്, ദമൻ ആൻഡ് ദിയു, ദദ്ര നഗർ ഹവേലി, എവിടെയാണ്? ഹരിയാനയിലാണ് ഏറ്റവും കുറവ്. ഹരിയാനയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 879 ആയിരുന്നു. അയ്യോ സോറി, തെറ്റിപ്പോയി. സ്റ്റേറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടില്ല എന്നിരിക്കണേ അല്ലേ. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ നോക്കാം. എന്തായിരുന്നു ഹരിയാനയുടെ ഏകദേശം എത്രയായിരുന്നു? 879. ദമൻ ആൻഡ് ദിയുവിൻ്റെ എത്രയായിരുന്നു? 618 ആയിരുന്നു. ദമൻ ആൻഡ് ദിയു ആണ് ഏറ്റവും ലോവസ്റ്റ്. ഞാൻ സ്റ്റേറ്റ് മാത്രമാണെന്ന് കരുതി, കാരണം സ്റ്റേറ്റിൽ ഏറ്റവും കുറവ് ഹരിയാനയാണ്. പക്ഷേ ഇവിടെ UT സ്റ്റേറ്റ് രണ്ടും കൂടി മിക്സ്. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ പഠിക്കുക? ലോവസ്റ്റ് സ്റ്റേറ്റുകളിൽ ഏറ്റവും കുറവ്, പിന്നെ UTയിൽ ഏറ്റവും കുറവ്, അങ്ങനെ സെപ്പറേറ്റ് അല്ലേ പഠിക്കുക. പഞ്ചാബിൽ എത്രയാണ്? പഞ്ചാബിൽ 895. പിന്നെ ദദ്ര നഗർഹവേളിയിൽ എത്രയായിരുന്നു? 775. അപ്പോൾ ഔട്ട് ഓഫ് എല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റിൽ മാത്രമായിരുന്നു, ഇപ്പോൾ സ്റ്റേറ്റ് ഓർ UT എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് മാത്രമാണ് ചോദിച്ചെങ്കിൽ ഹരിയാനയാണ് ആൻസർ. പക്ഷേ സ്റ്റേറ്റ് ഓർ UT എന്ന് ചോദിച്ചുകൊണ്ട് ഏതാണ്? ദമൻ ആൻഡ് ദിയുവിലാണ് ഏറ്റവും കുറവ്. 618 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ് പ്രസൻറ്റ്. ഏറ്റവും കൂടുതൽ ഹൈ സെക്സ് റേഷ്യോ എവിടെയായിരുന്നു? നമ്മുടെ കേരളത്തിലായിരുന്നു. കേരളത്തിൻ്റെ സെക്സ് റേഷ്യോ എത്രയായിരുന്നു? 1084. അതായത് ഫീമെയിൽസ് ഇവിടെ കൂടുതലാണ് അല്ലേ. 1084 നമ്മുടെ കേരളത്തിലെ സെക്സ് റേഷ്യോ. ഓവറോൾ 943 ആണെന്ന് പറഞ്ഞു. ഇനി ചൈൽഡ് സെക്സ് റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ ഇത് അഡൾട്ട് സെക്സ് റേഷ്യോ ആണ്. ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 6 years വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരുടെ ചൈൽഡ് സെക്സ് റേഷ്യോ നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ലോവസ്റ്റ് ഹരിയാന തന്നെയാണ്. ഹരിയാനയായിരുന്നു. എത്രയായിരുന്നു? 834 ഓക്കെ ആണല്ലോ. ബാക്കി ഇതുമായിട്ട് നമ്മുടെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, നമ്മുടെ ലൈക്ക് അർബൻ പോപ്പുലേഷൻ, റൂറൽ പോപ്പുലേഷൻ, അതുപോലെ തന്നെ ലിറ്ററസി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വർക്കിംഗ് പെർസെൻറ്റേജും ചോദിക്കുന്നുണ്ട്. എത്ര പേര് മെയിൽ ആൻഡ് ഫീമെയിൽ വർക്കിംഗ് പെർസെൻറ്റേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക. നമ്മുടെ ലിറ്ററസി എത്രയായിരുന്നു? ടോട്ടൽ 74.04% ആയിരുന്നു ഓവറോൾ ലിറ്ററസി എന്ന് പറയുന്നത്. മെയിൽ ലിറ്ററസി എത്രയായിരുന്നു? മെയിൽ ലിറ്ററസി 82.14%. ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 65.46 ആയിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഡാറ്റ ഒന്ന് ഓർത്ത് വയ്ക്കുക. ലിറ്ററസി റേറ്റ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
മിനിമം സപ്പോർട്ട് പ്രൈസ്, നമ്മുടെ ഓരോ വസ്തുക്കൾക്ക് നമ്മളൊരു വില, മിനിമം സപ്പോർട്ട് പ്രൈസ്, ഒരു താങ്ങ് വില എന്നുള്ള രീതിയിൽ നമ്മൾ പ്രഖ്യാപിക്കുമല്ലോ. അപ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഒരു MSP നിർണ്ണയിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ, ഇതിൻ്റെ MSP ഇത്ര, ഇതിൻ്റെ MSP അത്ര എന്നൊക്കെ. അപ്പോൾ ആരാണ് MSP ഓരോ വിളകൾക്ക് നിർണ്ണയിക്കുന്നത്? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ, ഓപ്ഷൻ ബി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷനാണ് ചെയ്യുന്നത്. പക്ഷേ ആരാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സാധനങ്ങളുടെയും വില ഏകദേശം ഇത്ര ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് CACP ആണ്. CACP ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് ഫൈനലൈസ് ചെയ്തിട്ട് നിർണ്ണയിക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മണ്ണിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ അതിൽ പലതും ഉണ്ടായിരിക്കും അല്ലേ. വെള്ളം ഉണ്ടാവും, ചെളി ഉണ്ടാവും, മണ്ണുണ്ടാവും, വേറെ എന്തെങ്കിലും സാധനങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തെങ്കിലും മോളിക്യൂൾ അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും, കോമ്പൗണ്ടൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള വസ്തുക്കൾ, പല രീതിയിലുള്ള പ്രൊസീജിയർ യൂസ് ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെന്നുള്ളതാണ്. ഏതാണത്? നമ്മുടെ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. ഇലക്ട്രോലിറ്റിക് എന്ന് പറയുമ്പം നമ്മളൊരു സൊല്യൂഷൻ എടുക്കും, നമ്മുടെ കാഥോഡ് ഉണ്ടാവും, ആനോഡ് ഉണ്ടാവും. ആനോഡിൽ നമ്മുടെ ഏതാണോ ഇംപ്യൂർ മെറ്റൽ, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ചെയ്യുമ്പം ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രിക് റോഡ്, ആനോഡിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ വെക്കും. പിന്നെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയിട്ട് മറ്റേ കാഥോഡിൽ വേറൊരു മെറ്റൽ വെക്കും. എന്നിട്ട് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കും. ആവശ്യമില്ലാത്തതിനൊക്കെ കമ്പൈൻ ചെയ്ത് റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കുക, 14th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്? ഒരു രാജ്യത്തിൻ്റെ എക്കണോമി വളരുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ ഏതാണ്? 4 സ്റ്റഡി ഇൻക്രീസ് ഇൻ ലോൺ. ഒരു രാജ്യത്തിൻ്റെ ലോണ് കൂടുകയാണെങ്കിൽ അതിൻ്റെ എക്കണോമിക് ഗ്രോത്ത് കൂടുകയെന്ന് നമ്മൾ എപ്പോഴേലും പറയുമോ? ഇല്ല. ഇനി പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ കൂടുന്നു പറയുമോ? ഇല്ല. പോപ്പുലേഷൻ കൂടിയാൽ എന്താ ഗ്രോത്ത് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ്, സ്റ്റഡി ഇൻക്രീസ് ഇൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP. അടുത്തത് സ്റ്റഡി ഇൻക്രീസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ്, ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണെന്ന് നമുക്ക് പറയാം, ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം. പക്ഷേ നമ്മളോട് ചോദിച്ചത് ഗുഡ് ഇൻഡിക്കേറ്ററാണ്. ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ ഏതാണ്? അത് GDP കൂടുന്നു എന്ന് പറയുന്നതാണ് അല്ലേ. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിലുള്ള ടോട്ടൽ, ലൈക്ക് ഒരു ഡൊമസ്റ്റിക്, ഇതെന്താ GDP എന്ന് പറഞ്ഞാൽ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലേ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിയുടെ അകത്ത്, ഇന്ത്യയുടെ അകത്ത് നിർമ്മിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും, ഗുഡ്സ് ആൻഡ് സർവീസസ്, വസ്തുക്കളുടെയും സർവീസസിൻ്റെയും, സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചിങ് അങ്ങനത്തെ കുറേ സർവീസസ് അതിൽ പെടുന്നുണ്ടല്ലോ, ബാങ്കിങ്, ആ സാധനങ്ങളൊക്കെ പെടും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി വാല്യൂ എത്രയുണ്ട് എന്നുള്ളത് നിർണ്ണയിച്ചിട്ടാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ GDPയിൽ ഒരു സ്റ്റഡി ഇൻക്രീസ് ഓരോ വർഷവും കൂടുമ്പോൾ ഇൻക്രിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് പറയാം ആ എക്കണോമി വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ GDP വളരുന്നത് തന്നെയാണ്. അടുത്തത് നമ്മുടെ ഗംഗ റിവറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഗഗ്ര എന്ന് പറയുന്നത് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണോ? അതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ്. അതായത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി നോക്കാം നമുക്ക്. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇൻകറക്റ്റ്, തെറ്റായത് കണ്ടുപിടിക്കണം. ഗഗ്ര ട്രിബ്യൂട്ടറി ആണോ? ഗംഗയുടെ ആണ്. ഇത് കറക്റ്റാണ് അല്ലേ. അടുത്തത് ഷോർട്ടസ്റ്റ്, അതായത് അതിൻ്റെ ഗംഗയുടെ ഏറ്റവും കുറഞ്ഞ ഭാഗം അത് ഒഴുകുന്നത് ജാർഖണ്ഡിലും ഏറ്റവും കൂടുതൽ ഭാഗം ഒഴുകുന്നത് ഉത്തരാഖണ്ഡിലാണെന്ന് പറയുന്നത്. കുറഞ്ഞ ഭാഗം ജാർഖണ്ഡിലാണ്, പക്ഷെ കൂടുതൽ ഭാഗം ഉത്തരാഖണ്ഡിലല്ല, UPയിലാണ്, ഉത്തർപ്രദേശിലാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ജമുന ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലേക്ക് കടക്കുമ്പം അതിനെ ജമുന എന്നല്ല പറയുന്നത്. എന്തെന്ന് പറയും? പത്മ എന്നാ പറയുക. പത്മ. ജമുന ആരുടെ പേരാ? ജമുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന. ഓക്കെ, അപ്പോൾ പത്മ എന്നാണ് നമ്മുടെ ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഫറാക്ക് അഗ്രിമെൻറ്റ്. നമ്മുടെ ഗംഗയിലുള്ള വാട്ടർ നമ്മൾ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വെച്ച ഒരു അഗ്രിമെൻ്റ് ആണ്. അത് 1960 ചെയ്തു എന്ന് പറയുന്നത്. അത് തെറ്റാണ്. 1996 ചെയ്തത് ഫറാക്ക് അഗ്രിമെൻറ്റ്, 1996. അപ്പോൾ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? 2 തെറ്റാണ്, 3 തെറ്റാണ്, 4 തെറ്റാണ്. ഓൺലി 1 ആണ് കറക്റ്റ്. അപ്പോൾ അപ്പാരൻ്റ്ലി ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിരുന്നു. നെക്സ്റ്റ്, 16th, ആരാണ് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്? ക്ഷേത്ര പ്രവേശന വിളംബരം, അവസാനം. അപ്പോൾ അതാരാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. എപ്പോഴായിരുന്നു? 1927 സ്റ്റാർട്ട് ചെയ്തത്. ഈ മൂവ്മെൻറ്റ് അറിയപ്പെടുന്നത് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും കാലാറാം ടെമ്പിൾ സത്യാഗ്രഹ എന്നും അറിയപ്പെടാറുണ്ട്. കാലാറാം ടെമ്പിൾ സത്യാഗ്രഹ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, 1927 അംബേദ്കർ ആണ് സ്റ്റാർട്ട് ചെയ്തത് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ്.
നെക്സ്റ്റ് മാത്സ് ഫോളോയിങ് ആണ് നവംബർ 11, 14, 15, 16. ഇതിൽ നവംബർ 15 എനിക്കറിയാം. നവംബർ 15 എന്താ? നമ്മുടെ ബിർസ മുണ്ട ജനിച്ച ദിവസം, ബിർസ മുണ്ട ജയന്തി അല്ലേ? അപ്പോൾ നവംബർ 15 ബിർസ മുണ്ട ഏതായിരിക്കും അത്? ട്രൈബൽ പ്രൈഡ് ഡേ. നമ്മളോട് ചോദിച്ചത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ്. 15 നവംബർ 15 ട്രൈബൽ പ്രൈഡ് ഡേ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എപ്പോൾ മുതൽ? 2021 മുതലാണ് നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി നവംബർ 11 എന്ത് തന്നെയാണ്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്. ഇത് ആരുടെ ജന്മദിനമാണ്? നവംബർ 11 നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. സോ 11 എഡ്യൂക്കേഷൻ ഡേ. 14 നമുക്കറിയാം ചിൽഡ്രൻസ് ഡേ. ആരുടെ ജന്മദിനമാണ്? നമ്മുടെ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിൻ്റെ, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. നെക്സ്റ്റ് 16 ആകുമ്പോൾ നാഷണൽ പ്രസ് ഡേ. അത് ശരിയാണ്, നവംബർ 16 നാഷണൽ പ്രസ് ഡേ ആണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ഇമ്പോർട്ടൻറ്റ് തീം, പ്രധാനപ്പെട്ട ലൈക്ക് ഓരോ സമ്മിറ്റ് കാര്യങ്ങൾ നടന്നതിൻ്റെ തീമൊക്കെ പഠിച്ചു വയ്ക്കണം. ഇമ്പോർട്ടൻറ്റ് ഡേയ്സും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏത് ആൻസർ? എല്ലാം കറക്റ്റാണ്, ഓൾ കറക്റ്റ്. ഓപ്ഷൻ ഡി ഓൾ കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 30, 2025 കൂടെ ന്യൂസിലാൻഡിലെ പാർലമെൻറ്റ് ഏത് എൻറ്റിറ്റി, ഏത് വസ്തുവിനാണ് ലീഗൽ പേഴ്സണാലിറ്റി കൊടുത്തത്? എന്താണ് ഈ ലീഗൽ പേഴ്സണാലിറ്റി? അതായത് നിയമപരമായിട്ട് അതൊരു മനുഷ്യനല്ല, പക്ഷേ നിയമപരമായിട്ട് ഒരു മനുഷ്യൻ്റെ ആനുകൂല്യങ്ങൾ മൊത്തം ഒരു വസ്തുവിന് നമ്മൾ കൊടുക്കുകയാണ്. അതായത് ഇപ്പം നമുക്കിപ്പോൾ കുറേ ഫണ്ടമെൻ്റൽ റൈറ്റൊക്കെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലേ? അതേപോലെ ഒരു വസ്തുവിന് ഞാനത് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ താജ്മഹലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണൽ ഇമ്പോർട്ടൻസി ഉള്ള ഏതെങ്കിലും ഒരു മൊന്യുമെൻറ്റിന് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ ലീഗൽ പേഴ്സണാലിറ്റി കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ഒരു മൊന്യുമെൻറ്റിന് ഒരു മനുഷ്യന് കിട്ടുന്ന അവകാശങ്ങൾ, പ്രൊട്ടക്ഷൻ, റൈറ്റുകൾ, അതെല്ലാം ആ ഒരു മൊന്യുമെൻറ്റിനും കിട്ടണം. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയോ. മനസ്സിലായോ? അതാണ് ആ സാധനം. അപ്പോൾ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഏതിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി മൗണ്ട് താരാനാക്കിയുടെ ലൈക്ക് അവിടെ അറിയപ്പെടുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേ കഹൂൾ, എനിക്ക് പ്രൊണൗൺസിയേഷൻ അറിയില്ല, അഗൈൻ തേ കഹൂൾ തൂപ്പുവ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മൗണ്ട് താരാനാക്കി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന് അവരെന്ത് ചെയ്തു? ന്യൂസിലാൻഡ് ഗവൺമെൻറ് ലീഗൽ പേഴ്സണാലിറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് അതൊരു ഒരു മനുഷ്യന് കിട്ടുന്ന അവകാശങ്ങളൊക്കെ അതിന് കിട്ടുന്നുള്ള രീതിയിൽ അവർ നിയമം കൊണ്ടുവന്നു. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ആഡ് ചെയ്ത ഷെഡ്യൂൾ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യലി നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. ഇനി അതിൽ ഇപ്പം നിലവിൽ 12 ഷെഡ്യൂളുണ്ട്. അതായത് 4 ഷെഡ്യൂൾ നമ്മൾ ആഡ് ചെയ്താണ് 9th ഷെഡ്യൂൾ കൊണ്ടുവന്നത്. 8ാമത് കഴിഞ്ഞിട്ട് തൊട്ട് 9ാമത്തെ ഷെഡ്യൂൾ കൊണ്ടുവന്നത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം. എപ്പോഴായിരുന്നു അത്? 1951 1951 എന്തായിരുന്നു അത്? ലാൻഡ് റിഫോംസിനെതിരെ കൊണ്ടുവന്നത്. ലാൻഡ് റിഫോംസ് അതായത് നമ്മുടെ ജമീന്ദാരി സിസ്റ്റം ജുഡീഷ്യൽ റിവ്യൂക്ക് വിടാണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് നമ്മുടെ 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 10th ഷെഡ്യൂൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? 10th ഷെഡ്യൂൾ ടോക്സ് അബൌട്ട് എന്തായിരുന്നു? നമ്മുടെ ആൻറ്റി ഡിഫെക്ഷൻ ലോ, ആൻറ്റി ഡിഫെക്ഷൻ. 11th എന്തായിരുന്നു? നമ്മുടെ പഞ്ചായത്തായിരുന്നു. പഞ്ചായത്തിനെ പറ്റിയാണ് പറയുന്നത്. 29 കാര്യങ്ങൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ 12th നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ്. അതിൽ 18 മാറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. 18 മാറ്റേഴ്സ്. ഇതിൽ ആഡ് ചെയ്തത് ഏതൊക്കെയായിരുന്നു? ഇത് ലാൻഡ് റിഫോംസ് വന്നു, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഇതെപ്പോഴായിരുന്നു? ഇത് 73rd അമെൻമെൻറ്റ് ആക്ടാണ്, 1993 ആണെന്നാണ് ഓർമ്മ. ഇത് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടാണ്, അതും 1993 ആണ്. നെക്സ്റ്റ് 10th എപ്പോഴായിരുന്നു? അത് 1985 ആണെന്ന് തോന്നുന്നു. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1985 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ ഏതാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി വന്ന ഷെഡ്യൂൾ? 9ാമത്തെ ഷെഡ്യൂളാണ്. 6 അതിന് മുമ്പ് വന്നതാണ്. 10, 11 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണെന്ന് നമുക്കറിയാം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സ്പാഡെക്സുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ് ശരി എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം 20ാമത്തെ ക്വസ്റ്റ്യനിൽ വായിക്കുമ്പം ഇറ്റ് എയിംസ് ടു ഡെവലപ്പ് ഡെമോൺസ്ട്രേറ്റ് ദ ടെക്നോളജി നീഡഡ് ഫോർ റെൻഡസ്ബസ് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ഓഫ് 2 സ്മോൾ സ്പേസ് ക്രാഫ്റ്റ്. അതായത് 2 സ്മോൾ സ്പേസ് ക്രാഫ്റ്റിനെ ഡോക്ക് ചെയ്യുന്നു, അൺഡോക്ക് ചെയ്യുന്നു. അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ലക്ഷ്യം. സ്പാഡെക്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിയാണ്, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. സെക്കൻഡ്, ഈ സ്പാഡെക്സ് വരുന്നതോടുകൂടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം കൊണ്ടുവരുന്ന ഫസ്റ്റ് കൺട്രി ആവുന്ന, അത് തെറ്റാണ്.
കാരണം ഓൾറെഡി നമ്മുടെ അമേരിക്കയും റഷ്യയും ചൈനയൊക്കെ അത് കൊണ്ടുവന്നു കഴിഞ്ഞു. അമേരിക്ക കൊണ്ടുവന്നു, റഷ്യ കൊണ്ടുവന്നു, ചൈന ഓൾറെഡി കൊണ്ടുവന്നു. ഇന്ത്യ 4th കൺട്രി ആവും. സ്പെഡക്സ് വരുന്നതോടുകൂടെ ഇന്ത്യ എന്താവും? 4th കൺട്രി ആവും. ഇത് കൊണ്ടുവരുന്ന 4th കൺട്രി. അപ്പോൾ നമ്മൾ അത്ര പുറകിലൊന്നും അല്ല, ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള രീതിയിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 2035 നമ്മൾ കൊണ്ടുവരാനാണ് അത് ഉദ്ദേശിക്കുന്നത്. സ്പെഡക്സ് ഡോക്കിംഗ് ചെയ്യുന്നു, അൺഡോക്കിംഗ് ചെയ്യുന്നു, 2 സ്മോൾ സ്പേസ് ക്രാഫ്റ്റിനെ അതിൻ്റെ ടെക്നോളജി കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 21ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കേണ്ടത് എപ്പോഴാണെന്നാണ് ചോദിക്കണേ. എപ്പോഴാണ്? സുപ്രീം കോർട്ടിന് തോന്നുമ്പോൾ കൊടുക്കാൻ പറ്റുമോ? അതായത് അത് അതിൻ്റെ സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുമോ? അതോ പ്രസിഡന്റ് ചോദിക്കുമ്പോൾ മാത്രമാണോ? അതോ ഓൺലി ഇഫ് ദ മാറ്റർ റിലേറ്റ്സ് ടു ദ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഒരു സിറ്റിസൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണോ? അതോ ഓൺലി ഇഫ് ദ ഇഷ്യൂ പോസസ് എ ത്രെറ്റ് ടു ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, കൺട്രിയുടെ യൂണിറ്റി ഇൻറ്റഗ്രിറ്റിക്ക് ഒരു ത്രെറ്റ് വരുന്ന ഒരു സമയത്ത് മാത്രമാണോ ഈ ഒരു അഡ്വൈസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്രാമത്തെ ആർട്ടിക്കിളിൽ ആർട്ടിക്കിൾ 143 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സുപ്രീം കോർട്ട് പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കേണ്ടത് പ്രസിഡന്റിന് പോയിട്ട് ചോദിക്കുമ്പോൾ മാത്രം, ഓൺലി ഇഫ് യു സീക്ക് സച്ച് അഡ്വൈസ്. ഒരു കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിക്കുന്ന എന്ത് കാര്യത്തിലും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയോട് അഡ്വൈസ് ചോദിക്കാം. അപ്പോൾ ചോദിക്കുമ്പോൾ മാത്രമാണ് അത് കൊടുക്കുന്നത്, അല്ലാതെ അങ്ങനെയല്ല. അപ്പോൾ ഓൺലി ഇഫ് ഹി സീക്സ് അഡ്വൈസ്, അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? 143ാമത്തെ ആർട്ടിക്കിളിലാണ് പറയണത്. നെക്സ്റ്റ് 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയ വിഡ്രോ ചെയ്തതിന് ശേഷം ആര് ഹോസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. പിന്നെ ഓസ്ട്രേലിയ പിന്മാറി, പൈസ കൂടുന്നു, ചിലവ് കുറയ്ക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ പകരം ആര് ഏറ്റെടുത്തു? ഗ്ലാസ്ഗോയിലാണ് നടക്കാൻ പോകുന്നത്. ഗ്ലാസ്ഗോ ഏത് രാജ്യത്തിലാണ്? സ്കോട്ട്ലാൻഡിലായിരിക്കും നടക്കാൻ പോണത്. കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പണ്ട് ബ്രിട്ടീഷുകാർ കോളനിയാക്കി വെച്ചിരുന്ന രാജ്യങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മകളാണ് കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ മെമ്പറാണ്. നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ വിൽ കോസ് എവറി ഇയർ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു ബി ലേഡ് ബിഫോർ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി സ്റ്റേറ്റ്. അതായത് നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ 112 അല്ലേ? അതായത് എന്താ? ബഡ്ജറ്റിൻ്റെ കുറച്ചും കൂടി ഫാൻസി പേരാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മുടെ ഓരോ സ്റ്റേറ്റിൻ്റെയും, അതായത് കേരളം, അങ്ങനെ തമിഴ്നാട്, അങ്ങനെ അതായത് സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഹൂ വിൽ കോസ് എവറി ഇയർ അത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു അത് ഉറപ്പാക്കുന്നത് ആരാണ്? നമ്മുടെ ഗവർണറാണ്. സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അവിടെ പ്രസിഡന്റിനല്ല റോള്. പിന്നെയോ ചീഫ് മിനിസ്റ്ററിനും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിനൊന്നും അല്ല. ആർക്കാ റോള്? ഗവർണറിനാണ് റോള്. ഗവർണർ ഉറപ്പാക്കും അതാത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ ബഡ്ജറ്റ് ഓരോ വർഷവും കൊണ്ടുവരുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ആരാ? നമ്മുടെ ഗവർണറാണ്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെന്റ് സ്കീംസ് പ്രൊവൈഡ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ടു യൂത്ത് ഇൻ ഇന്ത്യ. അതായത് നമുക്കറിയാം, നമുക്ക് പലപ്പോഴും നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് കുറച്ച് അധികമാണല്ലേ. അതായത് വേറൊന്നുമല്ല, നമുക്ക് എത്രത്തോളം ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ജോലി ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ല് നമുക്ക് കുറവായിരിക്കും. അത് ഏത് തരത്തിലുള്ള സ്കില്ലും ആവാം. നമ്മൾ മേ ബി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, പ്രസൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടുന്ന ഒരു കുറേ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സ്കിൽ ഗ്യാപ്പ് മനസ്സിലാക്കി ഗവൺമെൻറ് നമ്മുടെ ഈ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവാണ്, 2015 കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഓപ്ഷൻ ബി. 2015 ഈ സംഭവം കൊണ്ടുവന്നത്. അപ്പം ഇതിൽ എന്താ ചെയ്യുന്നത്? കുറച്ച് ആൾക്കാരെ യൂത്തിനെ സെലക്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കും, ഒരു ജോലിക്ക് പ്രാപ്തിയാക്കി കൊടുക്കും. ഒരു സ്കില്ല് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് ഏൺ ചെയ്യുന്നതിനുള്ള രീതിയിലും ആക്കിയിട്ട് അവർ തന്നെ കൊടുക്കും. 2015 ഇത് വന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് 25th ക്വസ്റ്റ്യൻ ആണ്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ത്? സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് നീണ്ടു നിൽക്കണം, അടുത്ത ഒരു ഇതിനു വേണ്ടിയും നമ്മൾ നിലനിർത്തണം. അതാണ് സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ടേംസിൽ എന്തെന്ന് പറയും? എക്സസീവ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണോ? കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നതാണോ? അല്ല. അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആണ് പ്രൊഡക്ഷൻ അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ഞാൻ കൃഷി ചെയ്യുന്നതാണോ? അല്ല. യൂസ് ഓഫ് ലാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ക്വാളിറ്റി റിമൈൻസ് ഇൻടാക്ട്. ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റും കൂടി വായിക്കാം. ബ്രിങ്ങിങ് അൺയൂസ്ഡ് ലാൻഡ് അണ്ടർ അഗ്രികൾച്ചറൽ യൂസ്. അതായത് കൃഷിയില്ലാതെ കിടക്കുന്ന സാധനങ്ങളെയും കൂടി ഞാൻ കൃഷി ചെയ്യുന്നതാണോ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ? അല്ല. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഒക്കെ നമുക്ക് അറിയാമല്ലേ. അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, പക്ഷെ നാളത്തെ തലമുറയും കൂടി നമ്മൾ മനസ്സിൽ കണ്ട്, അതായത് അങ്ങോട്ട് നശിപ്പിച്ചിട്ട് മൊത്തം അങ്ങോട്ട് ഊറ്റി ഉണ്ടാക്കിയിലേക്ക് നമ്മൾ കൃഷി ചെയ്തിട്ട് അങ്ങോട്ട് ഇതാക്കുക എന്നുള്ളതല്ല, വേറെ വരുന്ന തലമുറയ്ക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. മനസ്സിലായോ? അതിനാണ് നമ്മൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ഓഫ് ലാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ക്വാളിറ്റി നമ്മൾ കോട്ടം വരുത്തരുത്, നശിപ്പിക്കരുത്, അതങ്ങനെ തന്നെ നമ്മൾ നിർത്തണം. ഓക്കെ, അപ്പോൾ ഏത് ആൻസർ? ഓപ്ഷൻ സി. സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇത് ടെസ്റ്റ് 1 GK സൊല്യൂഷൻസ് ആണ് നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ സൊല്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ CHSL മെയിൻസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത് ഒപ്പീനിയൻ പറയുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.